കോൺഗ്രസ് സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ്സുകാരിൽ വലിയ സങ്കടമുണ്ടാക്കി. അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ അവർക്ക് മനസ്സിലാവും. ബട്ട് ട്രഡീഷണലി കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോൾ ആലപ്പുഴയിലെ എ ഷുക്കൂറൊക്കെ നിരാശയായിരുന്നു അവർക്കുള്ളിൽ. പക്ഷേ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്നും അവർക്കറിയാം. അങ്ങനെ അവർ അറച്ചു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് മുസ്ലിം ലീഗ് ഇത് മനസ്സിലാക്കിയിട്ട് വ്യാപകമായിട്ട് എല്ലാ വീട്ടിലും, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇതുപോലെ UDF വീടുകളിൽ കയറിയിട്ട് സുധാകരന് വോട്ട് ചെയ്യാനായിട്ട് ഒരു പുഷ് കൊടുത്തു. അത് മതിയായിരുന്നു ആളുകൾക്ക്. ധൈര്യമായിട്ട് ഇത്തവണ സുധാകരൻ ചെയ്യണമെന്ന്. നമുക്ക് നമ്മുടെ മന്ത്രിസഭ വരാൻ പോവുകയാണ്. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സർവൈവലിൻ്റെ പ്രശ്നവും കൂടെയുണ്ട്. 10 വർഷമായി അധികാരത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്നു. ഇത്തവണയും UDF തോറ്റു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പിന്നെ UDF വിട്ട് LDFിൽ പോവുകയേ മാർഗമുള്ളൂ. 10-ൽ കൂടുതൽ വർഷം അധികാരമില്ലാതെ നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? സാധാരണ ഇതിൽ സാധിക്കില്ല. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൂ ഓർ ഡൈ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അവർ രംഗത്തിറങ്ങിയിട്ട് അവർ സുധാകരനെ ജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിന് ഫലമുണ്ടാകും, സുധാകരൻ ജയിക്കും എന്നാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അടിയൊഴുക്കുകൾ ധാരാളം പല നിയോജകമണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് മെയ് 4-ാം തീയതി കാണാൻ പറ്റുള്ളൂ.